ഒരുത്തം കൂടെ. ഓ സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഫ്രീ ഫയർ വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഓക്കെ, നിങ്ങള് ഒരാൾ പറഞ്ഞൊരു കണ്ടന്റ് ആണ്. അതായത് നമ്മള് ലോൺ വോൾഫില് ആദ്യത്തെ 4 റൗണ്ട് ന്യൂബായിട്ട് ഇത് ഫുൾ കൺട്രോൾ ഇട്ടിട്ട് അറിയാലോ നമ്മുടെ എയിം ഒന്നും നേരെ സെറ്റ് ആവത്തില്ല. അപ്പൊ നമ്മള് പക്ക ന്യൂബ് കളിയായിരിക്കും ആദ്യത്തെ 4 റൗണ്ട്. അതിനുശേഷം നമ്മള് ഫുൾ കൺട്രോൾ ഒക്കെ മാറ്റി നമ്മുടെ നോർമൽ ഗെയിം പ്ലേ വെച്ച് കംബാക്ക് അടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ കണ്ണ നമുക്കേ അവന്മാരെ ഒന്നുകൂടി ഒന്ന് കൺവിൻസ് ആക്കാൻ വേണ്ടിട്ട് ഡ്രസ്സും നമുക്ക് ന്യൂബ് ഡ്രസ് ഇടാം. എടാ നീ ഡ്രസ്സ് പോയിട്ട് എല്ലാം ന്യൂബ് ഇടേ. നമ്മള് പണ്ടിട്ടിരുന്ന പോലെ ഗൈസ് അല്ലല്ല, പക്ക ന്യൂബാവ് വെറൈറ്റി ആകാം. ഓക്കെ ഗൈസ്, ഇവിടെ രണ്ടുപേരും ന്യൂബ് ഡ്രസ് ഇട്ടിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ അൺഎക്യൂപ്പ് ചെയ്തിട്ട് നമ്മുടെ പഴയ ഈ ഒരു ബണ്ടിലിട്ടിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് കളിച്ചു നോക്കാം. കാരണം ആദ്യത്തെ 4 റൗണ്ട് നമ്മൾ ഫുൾ കൺട്രോളിലോട്ടോ കളിക്കാം. ഓക്കെ ഗായ്സ്, ഇവിടുത്തെ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണാ നീ ഇതിടെ ഫുൾ കൺട്രോൾ ഇടെ. നമ്മുടെ എയിം പ്രൊസിഷൻ നമ്മൾ ഫുൾ കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ 4 റൗണ്ട് നമ്മൾ ന്യൂബ് മൂവ്മെന്റും പിന്നെ ഈ ഫുൾ കൺട്രോൾ വെച്ചിട്ട് നമ്മൾ അടിക്കുന്നൊന്നും കൊള്ളത്തൂല്ല. പക്ക ന്യൂബായിരിക്കും. കണ്ണാ മൂവ്മെന്റ് ഒക്കെ ന്യൂബന്മാരെ പോലെ ചെയ്യേ. ചുമ്മാ പിടിച്ച് കൊന്നാ കുഴപ്പമില്ലോ. ഇല്ലല്ല, ഇനി ഇങ്ങനെ അടിച്ചിട്ട് നമ്മള് ഹെഡ് കൊള്ളിക്കും. ഓക്കെ, ഞാൻ ചത്ത്. ഓ ന്യൂബാക്കടി അടി. ഇരുന്നിട്ട് അടിക്കടാ, ഇരുന്നിട്ട് ഞാൻ അങ്ങനെ പോ. നീക്കല്ലേ നാച്ചുറൽ ആക്കി. അങ്ങനെ ഇടന്ന് കിട്ടിയവർക്ക് എങ്ങനെ പോകാൻ പറഞ്ഞേ ബ്രോ. ആദ്യത്തെ 4 റൗണ്ട് നമ്മള് മനഃപൂർവ്വം വിട്ടുകൊടുക്കുക. നമ്മള് അവരെ കൊല്ലൊന്നും വേണ്ട. എന്നാലും എനിക്ക് ഒരു തന്നെ കൊള്ളാം. ഡെസേർട്ട് ഈഗിള്, അതും ഫുൾ കൺട്രോള്. ഓക്കെ, ഞാൻ എന്ത് ചുമ്മാ അടിക്കുന്ന ഹെഡടാ. അവൻ തല വെച്ച് തന്നെ എനിക്ക്. എടാ വിട്ടുകൊടുക്കടാ, നമ്മള് 4 റൗണ്ട് വിട്ടുകൊടുക്കാണ്ടേ പൊട്ടാ. അറിയാതെ നിനക്ക് മാത്രമേ ഹെഡ് കയറുള്ളൂ, എനിക്കും കയറൂലേ. എടാ അവൻ കേറി വന്നതാ, ഞാൻ ഫയർ ചെയ്യുന്നതിൽ അവൻ കേറി വന്നതാ. എന്ത് ചെയ്യാനാ. നമ്മള് വിട്ടുകൊടുക്കാൻ നോക്കുമ്പോഴടക്കം നമ്മള് റൗണ്ട് കഴിക്കുന്നത്. അല്ല, നമുക്ക് അടുത്ത ചാലഞ്ച് ഇങ്ങനെയാ, ഫുൾ കൺട്രോളിൽ നമുക്ക് പോയി അടിക്കാം. അത് ശരിയാ, ഈ ഫുൾ കൺട്രോൾ ഒരു ചലഞ്ച് ചെയ്യാല്ലേ. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. വെറൈറ്റി ചലഞ്ചസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. കണ്ടാ റൗണ്ട് എടുക്കല്ലേ. അവര് പേടിയെന്ന് ഇപ്പൊ ഓപ്പൺ ചെയ്യില്ല. നീ ഇങ്ങനെ ഹെഡ് അടിച്ചു പേടിക്കത്തില്ലേ. ഇവിടെ അടുത്ത 105 ഹെഡേ അതന്നെ. അതങ്ങനെ നോക്കാവണായിരുന്നു. അല്ല മറ്റേണ്ട് ഒരുത്തുണ്ട്. 5. ഇമോട്ട് മനസ്സിലായി. ഇനി അവന്മാര് ഇമോട്ട് കിടന്ന്. ഇത് പക്ക ന്യൂബ. ഇതിലടിക്കുക വേണ്ട, ചുമ്മാ അവര് മുമ്പിലൂടെ ന്യൂബാക്ക് അടിക്കുക. പക്ഷെ നമുക്ക് 3 റൗണ്ട് കളി കിട്ടുള്ളൂ. അതീമ കളി ജയിക്കൂലേ, ഒരെണ്ണം ജയിച്ചാരണം. ഇതല്ല 4-1 നമുക്ക് കംബാക്ക് അടിക്കാം. പക്ക ന്യൂബ് ഗെയിംപ്ലേ. ഞാൻ ഇല്ല നിക്ക് ഇവനെ കൊല്ലല്ലേ. കണ്ടാ അവനെ കൊല്ലല്ലേ. ഞാൻ കൊല്ലും. പതുക്കെ മൂവനൊക്കെ പതുക്കെ കൊല്ലല്ലേ. എന്റെ നാച്ചുറൽ ആക്ടിങ് ഉണ്ട്. ഇതാവുമ്പോ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ പറയാ, ജയിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ന്യൂബന്മാരായോണ്ട് ഇങ്ങനെ കുത്തി പിടിക്കുന്നതാന്ന് വിചാരിച്ചോളൂ. നമ്മള് ആർട്ടിഫിഷ്യൽ ഫീൽനെസ് ഒഴിവാക്കിയിട്ട് നമ്മള് നാച്ചുറൽ ആക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു റൗണ്ട് കൂടെ നമ്മൾ വിട്ടുകൊടുക്കുന്നു. അടുത്ത റൗണ്ട് നമ്മള് കണ്ടുപിടി. ഇവിടുന്ന് കിടില സ്കിന്നൊക്കെ ഇട്ട് എടുത്ത പോണെ. എന്തേ ഇവിടുത്തെ കൊന്നു ഗൈസ്. നമ്മളൊരു ഇവ കണ്ണ കില്ല് വാരിക്കൂട്ടുന്നത്. ഞാൻ ഫുൾ കൺട്രോൾ അടിച്ചാട്ടോ. 2 കിലോ നിനക്കും ഉണ്ടല്ലോ. എന്നിട്ടാ ഇനി ഫുൾ കൺട്രോൾ മാറ്റി ഗൈസ്. ഇനി 4-1 നമ്മള് 4-5 ആക്കും. ഇനി നമ്മൾ ശോകം കണ്ണാണ് എടുത്തേക്കുന്നത്. നീ എടുത്തോ. പിന്നെ അല്ല, റിമോട്ട് അമ്മമാര് പേടിക്കണേ. ഇനി
ഇനി ഒരു മയമില്ല. ഇത്രയും നേരം നമ്മൾ ചുമ്മാ പ്രാങ്ക് ചെയ്ത് ഇനി ഒരു മയമില്ല ഗൈസ്. നമ്മൾ ചാടി കുത്തി കെട്ടോടിക്കാം. ഏതാണോ എടുത്തേ? ഞാനാണോ എടുക്കണ്ടേ? അല്ലേ ഷേ ശിവമാർക്ക് ഈ AW എന്തിനാ എടുക്കുന്നത്? വല്ല വൺ ടാപ്പ് അടിക്കാൻ ഏതെങ്കിലും കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാ മേടിക്കണേ? ഞാനല്ലേ ഉള്ളേ. പാത്തിരിക്കോടെ എന്താ അമ്മമാരോടെ. 158. ഓക്കെ വണ്ടോ. മറ്റേ നിന്റെ അടുത്ത് അവന് ഡാമേജ് ഉണ്ട്. നീ അടിക്കാൻ അടിച്ചോ. വേണ്ട നീ അടിച്ചോ. നീ അടിക്കാം. ഓക്കെ പറയാൻ നോക്കി വരുന്നുണ്ടേ. അഞ്ചില്ലായി. മതി. ഗൈസ് 3-4. രണ്ടുപേരും എവിടെയാണോ? ഓക്കെ മറ്റേ തന്നെ. നീ അടിച്ചോനെ. ഓ സീൻ കണ്ടാ. ഇനി നമുക്ക് എല്ലാവർക്കും കണ്ടെടുക്കാം. പണ്ടാ പഠിക്കാൻ അവസരം കിട്ടിയില്ലോ. അതാ ഞാൻ നോക്കുന്നത്. ഓക്കെ ഡെസേർട്ട് എടുത്തു, M10 എടുത്തു, SVD എടുക്കാം. നീ M80 ഞാൻ M10, അത്ര ഡിഫറൻസ് ഉള്ളൂ. 4-4. ഈ റൗണ്ടിൽ നമ്മൾ അടിച്ച് നമ്മള് വിജയിക്കാൻ പോവാണ്. ബൂയി അടിക്കാൻ വേണ്ടി അവന്മാരെ കാണാല്ലോ കേട്ടോ. അതാണ് നോക്കണേ. കണ്ട് ഞാൻ കണ്ടിട്ടാരേ. ഒരുത്തനെ കണ്ടാ. ഓക്കെ വണ്ടോ. എന്റെ ഫ്രണ്ടിൽ എടുത്താൻ. എന്നാ ഞാനവൻ എടുക്കട്ടെ. എടുത്തോ. ലാഗ് അടിക്കുന്നടാ ഗൈസ്. ഈ ലാഗ് പൊട്ട നോക്ക്. പൊട്ട അവൻ കവറിലാ വിചാരിച്ച് ഓപ്പൺ നിൽക്കുക. ഗൈസ് നമ്മള് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കണ്ണാ ഇതിലിനി കഴിഞ്ഞ മാച്ച് പോലെ അലമ്പാക്കല്ലേ, കില്ലടിക്കല്ലേ. ഫുൾ കൺട്രോൾ ഇട്. ഞാൻ മനപ്പൂർവ്വം എടുക്കാം. എന്റെ സ്കില്ല് കാരണം ഞാൻ അടിച്ചു പോണല്ലേ. എടാ ഇങ്ങനെ നമ്മളെ ന്യൂബാക്ക് ഇങ്ങനെ ഓടണ്ട. ഷിഫ്റ്റ് പോലും വേണ്ട. ഇങ്ങനെ പോയിട്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെയാടാ എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാടാ ചെയ്തിട്ടെന്ന് അറിയില്ലെന്ന്. ഇവനെ ഒന്നിനും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു പ്രാങ്ക് ചെയ്യാൻ നോക്കുമ്പോ ഇവൻ ചുമ്മാ ഹെഡ് കയറി അടിക്കും. അടിച്ചല്ലേ ഒരുത്തരുണ്ടല്ലോ. ഇവന്മാര് അത്യാവശ്യം കളിക്കുന്നവരാ തോന്നുന്നത്. നല്ല ഹെഡ് അടിക്കുന്നുണ്ട്. കാരണം ബ്രോ 4 റൗണ്ട് നമ്മള് വിട്ടുകൊടുക്കണം. കഴിഞ്ഞ ആദ്യമേ രണ്ടുപേരും പോകുന്ന നോക്ക്. ഇവിടെ ആരുമില്ല. ഞാൻ ഹെഡ് അടിച്ചിട്ടോ. 159 കൊടുത്ത് അടിക്കാത്തന്നെ. മലയാളീസ് ഉണ്ടാ. എടാ ഗൺ സ്മോക്കർ മലയാളിടാ. GNS യൂസ്. എങ്ങനെ മലയാളിയാന്ന് മനസ്സിലായി? അത് മലയാളിയാ 100% ഉറപ്പാണോ? എങ്കിൽ കുഴപ്പമില്ല. മലയാളീസിന് പ്രാങ്ക് ചെയ്യാം. ഗൈസ് ഇത് മലയാളീസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. കണ്ണബ്രോ പോയി. ഇനി ഞാൻ ഒറ്റക്ക് എടുക്കണം ഗൈസ്. നമ്മുടെ ന്യൂ പ്രാങ്ക് ഒറ്റക്ക് എടുക്കണം. കണ്ണബ്രോ എന്തോ ആവശ്യം വന്ന് ഗെയിമിൽ ഇറങ്ങി. ശരിക്കും ബോട്ടായി. അല്ലെങ്കിലേ ബോട്ടാണ്, ബട്ട് ഇപ്പൊ ശരിക്കും ബോട്ടായി. അപ്പൊ നമ്മളിനി ഒറ്റക്ക് ന്യൂ പ്രാങ്ക് ചെയ്യണം ഗൈസ്. ഈ റൗണ്ട് കൂടി നമ്മൾ വിട്ടുകൊടുത്ത്. ഓക്കെ അപ്പൊ ഇനി നമ്മൾ 1v2 എടുക്കണം. ഓക്കെ ചലഞ്ച് കുറച്ചുകൂടി ടഫ് ആയേക്കാണ്. ഇനി നമ്മൾ 4-0 എന്നുള്ളത് 5-4 ആക്കണം. അതും എന്താ പറയാ 1v2. ലെറ്റ്സ് ഗോ. അയ്യോ ഗൈസ് UMP കുത്തിപ്പിടി നടക്കത്തില്ല. നമുക്ക് വൺ ടാപ്പ് അടിക്കും. കുത്തിപ്പിടി നടക്കത്തില്ല ഗൈസ്. കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നല്ല റീകോയില്. നമുക്ക് വൺ ടാപ്പ് സെറ്റ് ആകത്തുള്ളൂ. ഓക്കെ 4-1. ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ 4 റൗണ്ട് കൂടി പിടിക്കണം. അതും 1v2. അയ്യോ
അയ്യോ കൊല്ലല്ലേ മോനെ. രണ്ടുപേരും ഹീൽ ചെയ്യുന്നു. ചാവടാ ചാവടാ. അയ്യോ ഇത് 1v2 ആയപ്പോ കുറച്ചുകൂടി പ്രഷർ വന്ന് ഒന്നും നോക്കാല്ല. ഇനി അവന്മാരെ അടിച്ചിടാ, അത്ര മാത്രമേ ഉള്ളൂ. നമ്മള് ഫാൻസി മൂവ്മെന്റ് ഒക്കെ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. 2-4 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി അവരേത് കണ്ണെടുക്കുന്നോ? AC-18. ഓ സിംഗിൾ AC-18. 1 ടാപ്പ് അടിക്കണം കേസ്. 2 1 ടാപ്പ് അത് നടക്കത്തുള്ളൂ. അയ്യോ 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 എടാ ഹീൽ ചെയ്യാൻ സംഭവിക്കടാ തെണ്ടി. താങ്ക് യു ബ്രോ. ഓക്കെ ലെറ്റ്സ് ഗോ. പറഞ്ഞ പോലെ നമ്മള് 2 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. ഗൈസ് കണ്ടന്റ് ബോട്ട് ഇല്ലാതെ നമ്മൾ കംബാക്ക് അടിക്കുമോ? 2 റൗണ്ട് കൂടി എടുത്താൽ മതി. 2 റൗണ്ട് കൂടി എടുത്താൽ സെറ്റ്. ഒരുത്തം കൂടെ. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. ഏതാ ഒറ്റ റൗണ്ട്. എനിക്ക് തോന്നുന്നു ഈ റൗണ്ട് ഞാൻ കൊണ്ടുപോയി കൊളാക്കും. ഓക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജയിക്കുന്ന ഉറപ്പിക്കുന്ന സിറ്റുവേഷനിൽ പോയിട്ട് കൊളാക്കും. അതാണ് എൻ്റെ പതിവ്. ഇത് നിങ്ങൾക്ക് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ കണ്ടറിയാം. ലാസ്റ്റ് നല്ല കില്ല് കൊടുത്ത് 1v4 കളിക്കാൻ ലാസ്റ്റ് പോയിട്ട് അങ്ങ് 1v1 തോക്കും. സെയിം അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക മിക്കവാറും. അത് നോക്കിയോ ഗൈസ്. ഹലോ ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞു. എന്തായാലും ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാരിലോട്ടും എത്തിക്കുക. ഇതിലും മികച്ചൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.